കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കർഷകർക്ക് ഇഞ്ചി മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജെസി സാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2025-2026 സാമ്പത്തിക വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ആദ്യ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ ആണിത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 10 കൃഷിഭവനുകൾ വഴി കർഷകർക്ക് ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും വിത്തുകൾ വിതരണം ചെയ്തു. 1 കിലോ സേലം മഞ്ഞളും 1 കിലോ വിയറ്റ്നാം ഇഞ്ചിയും അടങ്ങുന്ന കിറ്റുകളാണ് കർഷകർക്ക് നൽകിയത്. 2025-2026 സാമ്പത്തിക വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ആദ്യ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷനാണിത്. ബ്ലോക്ക് പ്രസിഡന്റ് ജെസി സാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും ആദ്യം തന്നെ എഡിയെ അഭിനന്ദിക്കുവാൻ ആദ്യം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സമയബന്ധിതമായി തന്നെ ഒരു പദ്ധതി വെക്കുമ്പോൾ അത് കർഷകർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അത് കൃത്യതയോടുകൂടി കൃത്യസമയത്ത് തന്നെയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 10 കൃഷിഭവൻ വഴി കർഷക ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ ഇത് വിതരണം ചെയ്യപ്പെടുന്നത്. ഓരോ കിലോ ഇഞ്ചിയും 1 കിലോ മഞ്ഞളും വെച്ചാണ് ഓരോ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങൾക്കും ഇത് നൽകപ്പെടുന്നത്. എഡിയുടെ സൂചിപ്പിച്ചതുപോലെ നിത്യ ഉപയോഗ സാധനങ്ങളിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ എന്നും ആവശ്യമായിട്ട് വരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഇഞ്ചിയും മഞ്ഞളും എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ തന്നെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും മഞ്ഞളും നമ്മുടെ പുരയിടത്തിൽ തന്നെ കൃഷി ഇറക്കി അത് വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയായതുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയോളമാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത് വെച്ചിട്ടുള്ളത്. വിത്തുകൾ അതത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വിജോയ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. എഡിഎ പ്രിയ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മോഹനൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെജി ജേക്കബ്, സംഗീത പ്രതീഷ്, സനീറ നസീർ, ജോർജ് കണ്ണങ്കല്ലേൽ, പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുക്സീന ശിഹാബ്, ബ്ലോക്ക് അംഗങ്ങളായ ബിന്ദു ജോർജ്, സിദ്ദിഖ് PM, മേഘ ഷിബു, അജ CM, പ്രിയങ്ക ടോമി, ജേക്കബ് വർഗീസ്, വൃന്ദ മനോജ്, ചിഞ്ചു P എബ്രഹാം, ശ്രീചിത്ര ശ്രീനിവാസ്, രജനി രവി, ബ്ലോക്ക് BDO അമിത CO തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ കഴിഞ്ഞ വർഷവും സേലം മഞ്ഞളും ഹിമാചൽ ഇഞ്ചിയുമാണ് വിതരണം നടത്തിയത്. അപ്പം സേലം മഞ്ഞൾ ഇനം കൃഷി ചെയ്ത ഒരു കർഷകൻ നമ്മുടെ സംസ്ഥാന തലത്തിൽ നടത്തിയ വൈഗയിലെ കാർഷിക മേളയിലെ പിണ്ടിമനയിലുള്ള ഒരു കർഷകനാണ് മഞ്ഞളിന് ഏറ്റവും മികച്ച മഞ്ഞൾ കൃഷി ചെയ്ത കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏകദേശം 4 കിലോയോളം തൂക്കമുള്ള ഈ മഞ്ഞൾ കൃഷി ചെയ്ത് കഴിഞ്ഞ വർഷം കൊടുത്ത സേലം മഞ്ഞൾ കൃഷി ചെയ്ത് 4 കിലോയോളം ഒരു ചുവട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഇനങ്ങളാണ് നമ്മൾ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്നത്. ഈ ആഴ്ചയോടെ നമ്മുടെ 10 പഞ്ചായത്തുകളിലും ഇതിൻ്റെ വിതരണം പൂർത്തിയായി. ഏകദേശം 1.6 ടൺ വിത്താണ് ഒരു പഞ്ചായത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. മീഡിയ 60 ന്യൂസ് കോതമംഗലം.